ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭ നമുക്ക് വേണ്ടി സുവിശേഷ വിചിന്തനത്തിനായി നൽകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്നാൽ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയുടെ അന്ത്യവചനങ്ങളാണ്. മരണത്തിലേക്ക്, തൻ്റെ കുരിശുമരണ ഉത്ഥാനത്തിലേക്ക് ഈശോ കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശ വചനങ്ങളാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ ഈശോ നിങ്ങൾ പാലിക്കണമെന്ന് പറയുന്നൊരു കൽപ്പന, അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന വചനം ഇവിടെ പറയുന്നു. ആ വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സാധാരണ കൽപ്പന എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വചനഭാഗം മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന 10 കൽപ്പനയുടെ വചനഭാഗങ്ങളായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ നാം അത് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് യോഹന്നാൻ എഴുതി വയ്ക്കുന്നത്: നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകുന്നു. എന്നാൽ ആ കൽപ്പനയുടെ പൂർത്തീകരണമായ സ്നേഹം അത് പഠിപ്പിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിലൂടെയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെയാണ്. ആ സ്നേഹമാണ് നമ്മുടെ കൽപ്പനകളുടെ ഒക്കെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ആ കൽപ്പനയെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്: പരസ്പരം സ്നേഹിക്കുവിൻ. 10 കൽപ്പനകളെ ഈശോ 2 കൽപ്പനകളായി ചുരുക്കുന്നു. ഒന്ന്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. 2, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുവൻ്റെ ഉള്ളിൽ പിതാവ് വന്ന് വസിക്കുന്നത്, പുത്രൻ അവനെ വെളിപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലേക്ക് അവൻ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് ഈ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ്. ഇങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് പരിശുദ്ധ ത്രിത്വത്തെ വഹിക്കുന്ന പരിശുദ്ധ ത്രിത്വവാഹകനായി ഒരാൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ ഈശോ പറയുന്നുണ്ട്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈശോ പറഞ്ഞ ആ സുവിശേഷമാണ് പരസ്പര സ്നേഹത്തിൻ്റെ സുവിശേഷം. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഒരുവൻ സുവിശേഷമായി മാറുന്നത്. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധ ത്രിത്വം വന്ന് വസിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന വ്യക്തി ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ മറ്റു വ്യക്തികൾക്കും അത് സാധ്യമാകുന്നു. അതിലൂടെയാണ് സുവിശേഷം ലോകത്തിൽ സംഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈശോ നമ്മോട് പറയുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുവാൻ. ആ കൽപ്പനയിലേക്ക് കടന്നു വരുവാനും ആ കൽപ്പന പാലിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആലയമായി മാറുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.